ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ആദരസൂചകമായി വിദേശത്ത് സംഘടിപ്പിക്കുന്ന എക്കാലത്തെയും വലിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉച്ചകോടിയായ അഹ്ലൻ മോദി പരിപാടിക്ക് വൻ സ്വീകാര്യത. പരിപാടിയിൽ പങ്കെടുക്കാൻ UAE-യിൽ നിന്ന് 60,000-ത്തിലധികം പ്രവാസികളാണ് ഇതിനകം രജിസ്റ്റർ ചെയ്തത്. ഫെബ്രുവരി 13 ചൊവ്വാഴ്ച ഷെയ്ഖ് സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് അഹ്ലൻ മോദി സമ്മേളനം. പ്രധാനമന്ത്രി മോദി പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യും. പരിപാടിയിൽ പങ്കെടുക്കാനുള്ള മുൻകൂർ രജിസ്ട്രേഷന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് സംഘാടകർ എക്സ് പ്ലാറ്റ്ഫോമിൽ അറിയിച്ചു. രജിസ്ട്രേഷൻ സമയത്ത് നൽകിയ ഇമെയിൽ വിലാസങ്ങളിലേക്ക് നാളെ അഥവാ ഫെബ്രുവരി 5 മുതൽ സ്ഥിരീകരണങ്ങളും പാസുകളും അയക്കാൻ തുടങ്ങുമെന്നും സംഘാടകർ അറിയിച്ചു. 700-ലധികം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടികളും സ്റ്റേഡിയത്തിൽ അരങ്ങേറും. വൈവിധ്യമാർന്ന ഇന്ത്യൻ കലകളുടെ പ്രദർശനവേദിയാണ് ഇത്. പരിപാടിയുടെ വിജയത്തിനായി വിളിച്ചു ചേർന്ന യോഗത്തിൽ 150-ലധികം ഇന്ത്യൻ പ്രവാസി സംഘടനകളും ഗ്രൂപ്പുകളും സംബന്ധിച്ചിരുന്നു. സാധാരണക്കാരായ പ്രവാസി തൊഴിലാളികളുടെയും ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിദ്യാർത്ഥി അസോസിയേഷനുകളുടെയും സജീവ പങ്കാളിത്തം പരിപാടിയുടെ പ്രത്യേകതയാണെന്ന് പത്രക്കുറിപ്പിൽ സംഘാടകർ അറിയിച്ചു. ഇന്ത്യൻ സ്കൂളുകളുടെയും വിദ്യാർത്ഥി ഗ്രൂപ്പുകളുടെയും പരിപാടികൾ ഉണ്ടാകും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. രാജ്യത്തിന്റെ പുരോഗതിയും സംസ്കാരവും ഏകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള പരിപാടിയാണിതെന്നും സംഘാടകർ വിശദീകരിച്ചു. പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് UAE-യിലെ എല്ലാ എമിറേറ്റുകളിൽ നിന്നും സൗജന്യ വാഹന സൗകര്യം ഉണ്ടായിരിക്കും. അഹ്ലൻ മോദി പരിപാടി വലിയ ചടങ്ങ് മാത്രമല്ല, അതിരുകൾക്കപ്പുറം പ്രതിധ്വനിക്കുന്ന നാനാത്വത്തിൽ ഏകത്വത്തിന്റെ ആഘോഷമാണെന്ന് ശോഭ റിയാലിറ്റിയുടെ സ്ഥാപകനും ചെയർമാനുമായ PNC മേനോൻ പ്രസ്താവനയിൽ പറഞ്ഞു. അബുദാബിയിലെ ആദ്യത്തെ പരമ്പരാഗത ക്ഷേത്രമായ ബാബ്സ് ഹിന്ദു മന്ദിർ ഉദ്ഘാടനം ചെയ്യാനാണ് പ്രധാനമന്ത്രി മോദി അബുദാബിയിലേക്ക് വരുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പാണ് സ്വീകരണ പരിപാടി. മോദിയുടെ 7ാമത് UAE സന്ദർശനം കൂടിയാണിത്. ക്ഷേത്ര ഉദ്ഘാടനം ഫെബ്രുവരി 14 നടക്കും. ഗംഭീരവും തടസ്സമില്ലാത്തതുമായ ഒരു ഇവന്റ് ഉറപ്പു നൽകുന്നതിന് അബുദാബി അധികൃതരുമായി സൂക്ഷ്മമായ ഏകോപനം നടത്തുന്നുണ്ടെന്ന് സംഘാടകർ കൂട്ടിച്ചേർത്തു. തിരക്ക് പരിഗണിച്ച് മാർച്ച് 1 മുതൽ ക്ഷേത്രം സന്ദർശിക്കുന്നവർ ഫെസ്റ്റിവൽ ഓഫ് ഹാർമണി എന്ന ആപ്പ് വഴിയോ ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റ് വഴിയോ മുൻകൂർ രജിസ്ട്രേഷൻ നടത്തണമെന്ന് ക്ഷേത്ര ഭരണസമിതി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.